students, once again welcome back to chemistry classes. Today we discuss second chapter, atomic structure. ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഡിസ്കവറീസ് ഓഫ് subatomic particles like electron, proton, neutron and their properties. Then different atom models, plum pudding model, Rutherford atom model, Bohr atom model, then quantum mechanical model atom. ഇവയൊക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈവൻ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആറ്റം പോലും. പക്ഷേ നിങ്ങൾ ആ പേരിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ SPDF സബ്ഷെല്ലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഷേപ്പോ എനർജിയോ നിങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ട്. ഈ SPDF സബ്ഷെല്ലുകളൊക്കെ, ഈ കൺസെപ്റ്റുകളൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരെ അപരിചിതമായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടുപിടുത്തവുമായി ബന്ധമുള്ള എക്സ്പെരിമെൻ്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആറ്റം എന്ന വാക്ക് അല്ലെങ്കിൽ ആറ്റം എന്ന കൺസെപ്റ്റ് ചരിത്രം നമുക്കൊന്ന് പഠിക്കാം. ഇതിപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പരിചയമുള്ളതാണ്. ദെൻ ആറ്റം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഒരു തിയറിറ്റിക്കൽ പ്രസൻറ്റേഷൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ആക്ച്വലി ദിസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി laid a foundation to modern atomic theory. Let us remember what are the postulates of Dalton's atomic theory. The first postulate is that matter is made up of tiny indivisible particles called atoms. These atoms can neither be created nor be destroyed. Second one is that atoms of same element have identical mass and identical physical properties. Third postulate is atoms of same or different elements combines together to form compound atoms. We simply call it as compounds. Then fourth one, in a chemical reaction involves rearrangement of atoms. Dalton's postulates continued to persist until the discovery of electron by J.J. Thomson. കുറേയധികം കാലത്തേക്ക് ഡാൾട്ടൻ്റെ ഐഡിയ ആണ് ശാസ്ത്രലോകം അംഗീകരിച്ചു. ദറ്റ് മീൻസ് ആറ്റംസ് ആർ ഇൻഡിവൈസിബിൾ ഇൻ നേച്ചർ. അതിനുശേഷം 1897 J.J. തോംസൺ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് വഴി ഇലക്ട്രോണിൻ്റെ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, വില്യം ക്രൂക്സ്. ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് വില്യം ക്രൂക്സ് ആണ്. ക്രൂക്സ് എക്സ്പെരിമെൻറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഗ്യാസസ് വാസ് സ്റ്റഡീഡ് ബൈ വില്യം ക്രൂക്സ് യൂസിങ് ഡിസ്ചാർജ് ട്യൂബ്. വില്യം ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബിനെ എക്സ്പെരിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് J.J. തോംസൺ തൻ്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയത്. വില്യം ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് അതേപോലെ ആയിരുന്നില്ല, അതിനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് J.J. തോംസന് ഇലക്ട്രോണിക് ഡിസ്കവറി നടത്താനായിട്ട് സാധിച്ചത്. ആക്ച്വലി ദീസ് എക്സ്പെരിമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് ഗ്ലാസ് ട്യൂബ് ദറ്റ് ഈസ് സീൽഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഡിസ്ചാർജ് ട്യൂബ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റ് പോലെയാണ് ഏകദേശം ഡിസ്ചാർജ് ട്യൂബ് ഉള്ളത്. അതായത് ഇറ്റ്സ് എ ലോങ് സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ് and that is sealed at both ends. Okay, these ends are coated with the fluorescent material. ഇതാണ് നമ്മുടെ ഗ്ലാസ് ട്യൂബ്. ഇവിടെ രണ്ട് ഭാഗം സീൽ ചെയ്തിരിക്കുകയാണ്. Then it is fitted with the two metal electrodes and these electrodes are connected to a battery in order to apply high voltage, and this tube is fitted with a vacuum pump in order to reduce the pressure inside the tube. And the tube inside the tube is filled with the hydrogen gas. Then we reduce the pressure very low so as to 0.01 mm. Some invisible rays are
originated from this cathode and moves towards the anode. Actually, these rays are invisible in nature, but its presence can be identified by the glow on the wall. അതായത് ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇവിടെ 2 മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ മെറ്റൽ ഇലക്ട്രോഡ്സിനെ നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാക്വം പമ്പ് ഉണ്ട്. ഈ പ്രഷർ നമ്മൾ വളരെയധികം റെഡ്യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് റെഡ്യൂസ്ഡ് വെരി ലോ, ദാറ്റ് മീൻസ് ജസ്റ്റ് ബിലോ 0.01 mm. Then we apply high voltage, nearly 10,000 volts. ഈ 2 കണ്ടീഷനും അപ്ലൈ ചെയ്യുമ്പോൾ സം ഇൻവിസിബിൾ റേസ് കാഥോഡിൽ നിന്നും വന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്തതായിട്ട് കണ്ടു. എങ്ങനെയാണ് അവരുടെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്തത്? നമ്മളിവിടെ ഈ വോൾ ഈ ബിഹൈൻഡ് ദി anode, that means these 2 electrodes, anode and cathode, the electrode that is connected to negative terminal of the battery is known as cathode, and the electrode that is connected to positive terminal is known as anode. This is anode. When these particles moves towards the anode, there is a glow behind the wall on this anode. ആനോഡിൻ്റെ പുറകിലുള്ള ഭിത്തിയിൽ ഒരു ഗ്ലോ വന്നു. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസ് ഇവിടെ ഒന്ന് ഒറിജിനേറ്റ് ചെയ്തെന്നും അത് ആനോഡിലേക്ക് മൂവ് ചെയ്തു എന്നും മനസ്സിലായത്. സിൻസ് ദീസ് പാർട്ടിക്കിൾസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ദി കാഥോഡ് ആൻഡ് ദീസ് റേസ് ആർ നോൺ ആസ് കാഥോഡ് റേസ്. ഇതായിരുന്നു ജെ തോംസന്റെ എക്സ്പെരിമെൻറ്റ്. ദെൻ ഹി കണ്ടക്റ്റഡ് എ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഹി ആൻഡ് ഹിസ് ടീം കണ്ടക്റ്റഡ് എ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ടു സ്റ്റഡി ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദീസ് കാഥോഡ് റേസ് ആർ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സാധാരണ ഒരു ലൈറ്റ് എൻ്റെ മേൽ വന്ന് പതിക്കുമ്പോൾ എന്നിലൂടെ പെനിട്രേറ്റ് ചെയ്തിട്ട് പോകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ പുറകിലായിട്ടൊരു ഷാഡോ ഉണ്ടാവും അല്ലേ? പലപ്പോഴും ഷാഡോ ഉണ്ടാകുന്നതിന് കാരണം ലൈറ്റിന് സ്ട്രെയിറ്റ് ലൈനിന് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പുറകിൽ ഒരു ഷാഡോ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ, ഉദാഹരണമായിട്ട് ഈ പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു ഷാഡോ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഷോസ് ദാറ്റ് കാഥോഡ് റേസ് മൂവ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. Again, if we put a electric plate, oppositely charged electric plate here, opposite charge ഉള്ള 2 ഇലക്ട്രിക് പ്ലേറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ the path of the cathode rays are deflected towards the positive plate. That indicates that cathode rays consist of negatively charged particles. അപ്പോൾ കാഥോഡ് റേയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് നെഗറ്റീവ് ചാർജാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഓപ്പോസിറ്റ്ലി ചാർജ് ഉള്ള 2 ഇലക്ട്രിക് പ്ലേറ്റ് ഇവിടെ വെച്ച് കഴിയുമ്പം കാഥോഡ് റേസ് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുമെന്ന് അറിയാം അല്ലേ? Again, we put a magnetic field here and the direction of the cathode rays is deflected in such a way that it shows that cathode rays have negative charge. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴും കാഥോഡ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്തു. അതിൽ നിന്നും മനസ്സിലാവുന്നത് എന്താണ്? കാഥോഡ് റേസിൽ നെഗറ്റീവ് ചാർജ് ആണെന്ന്. അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിനും ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കളറായിട്ടുള്ള മെറ്റൽ ഫോയിൽ കൊണ്ടുണ്ടാക്കിയ പമ്പരം അല്ലേ? കാറ്റിങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നന്നായിട്ട് കറങ്ങും. അതേപോലെ ഒരു ലൈറ്റ് വെയ്റ്റ് പെഡൽ വീല് നമ്മൾ ഈ കാഥോഡ് റേസിൻ്റെ പാത്തിൽ വെക്കുകയാണെങ്കിൽ ദാറ്റ് പെഡൽ വീൽ വിൽ റൊട്ടേറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. അപ്പോൾ കാഥോഡ് റേസിൽ സം മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെഡൽ വീലിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Another property is that cathode rays can ionize the gas through which they pass. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ജെ തോംസണും അദ്ദേഹത്തിൻ്റെ ടീമും കണ്ടുപിടിച്ചു. അതിൽ നിന്നും 2 ഇമ്പോർട്ടൻ്റ് റിസൾട്ടിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. ഒന്നാമതായിട്ട് the cathode rays consist of material particles and they have negative charge. അപ്പം ഇങ്ങനെ കാഥോഡ് റേസിൽ നെഗറ്റീവ് ചാർജുള്ള മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്ന ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. ദെൻ ഈ മെറ്റീരിയൽ പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺസ് എന്ന പേര് വന്നത് പിന്നീടാണ്. അതായത് സ്റ്റോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ എന്ന പേര് ഈ കാഥോഡ് റേ പാർട്ടിക്കിളിന് കൊടുത്തത്. പക്ഷെ നമ്മൾ റെഫർ ചെയ്യുമ്പം പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ കാണുമെങ്കിലും
ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്, പക്ഷെ പേര് നൽകിയത് സ്റ്റോണി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം ജെ തോംസൺ കണ്ടക്റ്റഡ് another experiments to find out the charge by mass ratio of electron. The E by M ratio, charge by mass ratio of electron, and it is equal to 1.76 into 10 raised to 8 coulomb per gram. Electronന്റെ charge by mass ratio is found to be 1.76 into 10 raised to 8 coulomb per gram. ഇതേ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് മിലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി. നിങ്ങൾക്ക് ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പഠിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ചാർജ് എത്രയാണെന്ന് മാത്രമാണ് അറിയേണ്ടത്. ദെൻ ദ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഫൗണ്ട് ടു ബി 1.6 into 10 raised to minus 19 coulomb. This is the smallest measurable quantity of charge, and this charge is called 1 unit. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു, അഗെയിൻ ചാർജ് ഓഫ് ഇലക്ട്രോണും കണ്ടുപിടിച്ചു. ഫ്രം ദീസ് ടു വാല്യൂസ് ജെ തോംസൺ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. Mass of the electron is calculated as m is equal to 9.11 into 10 raised to minus 28 gram. Actually, it is 1/837th of the mass of the hydrogen atom. Its mass is very, very small. Okay. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇതെല്ലാം കണ്ടുപിടിച്ചപ്പം അതിനകത്തൊരു കൺക്ലൂഷൻ ഇതായിരുന്നു: ഇലക്ട്രോൺ ഇസ് ദ fundamental particle that carries unit negative charge and it has mass 1/1837th of the mass of the hydrogen atom. അദ്ദേഹം അതിനുശേഷം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റും വീണ്ടും നടത്തി. പക്ഷേ ഡിഫറെൻറ്റ് ഗ്യാസസ്, ഹൈഡ്രജന് പകരം ഹീലിയം ഗ്യാസ് നിറച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെറ്റൽസ് ആയിട്ട് ഇലക്ട്രോഡിനെ മാറ്റി. പല മെറ്റൽ ഉപയോഗിച്ച് ഉള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചു. പക്ഷെ അന്നേരമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് കാഥോഡ് റേസ് ഉണ്ടായി. പക്ഷേ ഈ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരുന്നു. അതായത് ഏത് ഗ്യാസ് നിറച്ചാലും ഏത് തരത്തിലുള്ള മെറ്റൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിച്ചാലും ഉണ്ടാകുന്ന കാഥോഡ് റേസിൻ്റെ മാസും ചാർജും എല്ലാം സെയിം ആയിരുന്നു. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇലക്ട്രോൺസ് ആർ ദ ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഓൾ ആറ്റം. Then in our experiments we have seen that actually cathode rays are originated from the cathode at first. അല്ലേ? കാഥോഡ് റേസ് ആദ്യം ഉണ്ടായത് കാഥോഡിൽ നിന്നാണ്. പക്ഷെ അതിനുശേഷം ഈ കാഥോഡ് റേസ് ഇതിലുള്ള മോളിക്യൂളിൽ വന്ന് ഹിറ്റ് ചെയ്തു. ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിലാണെങ്കിൽ അത് ആദ്യം ഹൈഡ്രജൻ ആറ്റമായി. ദെൻ ഹൈഡ്രജൻ ആറ്റത്തെ വന്നത് ഇലക്ട്രോൺ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ അത് H+ അയോൺ ആയി മാറി. അഗെയിൻ അവിടെ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. ഇതും ഇലക്ട്രോൺ തന്നെയാണ് അല്ലേ? അപ്പൊ ആദ്യം കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺ ഉണ്ടായെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? ഈ ഗ്യാഷ്യസ് മോളിക്യൂളിന്റെ അയോണൈസേഷനും വഴിയും ഇലക്ട്രോൺസ് ഉണ്ടായി. അപ്പോൾ രണ്ട് രീതിയിൽ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയി മാറി. എല്ലാ മാറ്ററിലെയും ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയി മാറി ഇലക്ട്രോൺ. കാരണം ഏത് ഇലക്ട്രോഡ് വെച്ചാലും ഏത് ഗ്യാസ് ഫില്ല് ചെയ്താലും അതിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോണിന് എല്ലാം പ്രോപ്പർട്ടീസ് സെയിം ആയിരുന്നു. ഇങ്ങനെയാണ് ജെ തോംസൺ ഇലക്ട്രോണിൻ്റെ ഡിസ്കവർ ചെയ്തത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടു ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി നമ്മളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തു അല്ലേ? വളരെ കാലം സയൻറ്റിസ്റ്റ് ആറ്റം ഈസ് ഇൻഡിവൈസിബിൾ എന്ന കൺസെപ്റ്റിൽ ഉറച്ചു നിന്നു. അതിനുശേഷം ആറ്റം ഈസ് ഡിവൈസിബിൾ, ആറ്റം തന്നെ വളരെ ചെറുതാണ്. ദെൻ അതിനേക്കാളും ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിലുണ്ട് എന്ന് ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് വഴി ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് 35 സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ 3 എണ്ണത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ: പ്രോട്ടോണും, ന്യൂട്രോണും, ഇലക്ട്രോണും. ദെൻ ജെ തോംസണും അദ്ദേഹത്തിൻ്റെ ടീമും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് വഴി കാഥോഡ് റേസ് ഒറിജിനേറ്റ് ചെയ്തതായിട്ട് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്? കാഥോഡ് റേസ് മൂവ്സ് ഇൻ സ്ട്രേറ്റ് ലൈൻ.
they can deflected by electric field and magnetic field, and they possess negatively charged particles. Then it ionizes the gas, then it can rotate pedal wheel. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചതിന്റെ ഫലമായി 2 ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റിലേക്ക് അവർ എത്തിച്ചേർന്നു, 2 ഇമ്പോർട്ടൻ്റ് റിസൾട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. ഒന്ന്, കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആൻഡ് ദേ ഹാവ് നെഗറ്റീവ് ചാർജ്. വീണ്ടും എക്സ്പെരിമെന്റുകൾ നടത്തി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ജെ തോംസൺ ഒറ്റയടിക്ക് പറഞ്ഞതല്ല ആറ്റംസ് ആർ ഡിവൈസിബിൾ എന്ന്. ആറ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതല്ല ജെ തോംസൺ. എത്രയോ എക്സ്പെരിമെന്റ്സ് നടത്തി. അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് തന്നെ ഒറ്റയടിക്ക് നടന്നതല്ല. അദ്ദേഹം ആദ്യം പ്രഷർ 1 atmosphere ആയിരുന്നു വെച്ചിരുന്നത്. അഗെയിൻ ഹൈ പ്രഷർ കൊടുത്തപ്പോൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പം ആ ഡിസ്ചാർജ് ട്യൂബ് ബ്ലാസ്റ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹം പ്രഷർ കുറച്ച് കൊണ്ടുവന്ന് <0.01 വന്നപ്പോഴാണ് അദ്ദേഹത്തിന് കാഥോഡ് റേസിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് എക്സ്പെരിമെന്റ്സ് അദ്ദേഹം നടത്തി. അതുപോലെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോഴാണ് മിലിക്കൻ അദ്ദേഹത്തിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഈ 2 റിസൾട്ടിനെയും ബേസ് ചെയ്ത് അദ്ദേഹം മാസ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടു. ദെൻ മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് 1/837 ഓഫ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ ആയിട്ടാണെന്ന് മനസ്സിലായി. Then, irrespective of the nature of the electrode used and irrespective of the nature of the gas inside the discharge tube, the properties of the cathode rays are identical in all respects. അതായത് ഏത് മെറ്റൽ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചാലും ഏത് ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചാലും അതിൽ നിന്നുണ്ടാവുന്ന കാഥോഡ് റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ പ്രോപ്പർട്ടി എല്ലാം സെയിം ആണെന്ന് മനസ്സിലാക്കി. അതിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഇലക്ട്രോൺസ് ആർ ദ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഓൾ ആറ്റം. ആറ്റംസ് ആർ ഇൻഡിവൈസിബിൾ എന്ന സങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ട് ജെ തോംസൺ ആറ്റംസ് ആർ ഡിവൈസിബിൾ എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സംഭാവന ചെയ്തു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.